എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. ഏപ്രിൽ 2025 മുതൽ അടുത്ത വർഷം 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. Sun card, Seven of Pentacles, King of Pentacles, Seven of Swords, Three of Swords, Eight of Pentacles. The Sun and Three of Swords എനർജിയാണ് ഇവിടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലത്തെ എനർജി എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്നൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു വർഷക്കാലം കുറച്ചധികം നിങ്ങൾ അനുഭവിച്ചിട്ട്, അതായത് ജീവിതത്തിൽ ഒത്തിരി അധികം അനുഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള രീതിയിൽ ഈ ഒരു വർഷത്തെ കാണാം. അതായത് നിങ്ങൾ വളരെയധികം ഹേർട്ട് ബ്രോക്കൺ ആയിട്ട്, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് മാനസികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ളൊരു സന്തോഷമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പല സെപ്പറേഷൻസ് കാണിക്കും. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വേർപിരിയലുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാവാം, സൗഹൃദങ്ങളായിരിക്കാം. ഈ പറയുന്ന വേർപിരിയൽ കാരണം ഇവിടെ സൂചിപ്പിക്കുന്ന ചില ആളുകൾ നിങ്ങളെ വല്ലാതെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ടാവും, വിഷമിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങൾ ആ ബന്ധത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളും നിങ്ങളായിട്ടത് അവസാനിപ്പിക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവരായിട്ട് ആ ഒരു ബന്ധം അവസാനിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അതിനുള്ളൊരു ധൈര്യം ഇല്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ അവരെ കൊണ്ട് തന്നെ ആ ഒരു ബന്ധം വേർപെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫലത്തിൽ നല്ലൊരു കാര്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പേഴ്സണൽ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലായിരിക്കാം. ജോലി സംബന്ധമായിട്ട് കുറച്ച് നെഗറ്റീവ് എനർജീസ് ചില ആളുകളിൽ കാണുന്നുണ്ട്. പക്ഷേ എത്ര നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ജോലിയിൽ തന്നെ തുടരുന്നു, കാരണം ജോലി ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കാത്തതെന്ന് പറയാം. അപ്പോൾ ആളുകൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങൾ അക്കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിൽ, കാരണം നിങ്ങൾ ശ്രമിക്കുന്നു, ആപ്ലിക്കേഷൻ അയക്കുന്നു, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു, എന്നിട്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ പറയാനുള്ളത് ആപ്ലിക്കേഷൻ അയക്കുന്നു, ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യും, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ പറയും ചില ആളുകളുടെ അടുത്ത് അവർ മറ്റുള്ളവരിലേക്ക് നൽകുന്ന വൈബ്, എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ എന്തുകൊണ്ടോ അവരിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒരു സങ്കടം, ഒരു നിരാശ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കൊടുക്കുന്നത്. അതാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ഇവിടെ കോൺഫിഡൻസ് കൂടുന്ന സമയമാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാൻ തുടങ്ങുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ സൂര്യനമസ്കാരം ചെയ്യുന്നത് നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. നവഗ്രഹ സ്തോത്രത്തിൽ സൂര്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നാമത്തെയാണ്. നവഗ്രഹ സ്തോത്രത്തിൽ സൂര്യൻ്റേതായിട്ടുള്ള ഭാഗം പ്രത്യേകം വായിക്കുക. നാമം ജപിക്കുമ്പോൾ സൂര്യൻ്റെതായിട്ടുള്ള മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ സൂര്യനെ ആരാധിക്കുന്ന ഒരു കാര്യം, സൂര്യ നമസ്കാരം ചെയ്യുന്നതായാലും മതി. അതാവുമ്പോൾ ഒരു എക്സസൈസും ആവും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുക, സൂര്യൻ ഉദിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കും പിന്നെ എക്സസൈസ്, അതേപോലെ തന്നെ സൂര്യ നമസ്കാരം എന്നുള്ള രീതിയിൽ ഒരു സെലിബ്രേഷൻ ആക്കുക എന്നുള്ളതാണ്. ഇവിടെ കോൺഫിഡൻസ് വളരെ കൂടുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന കാര്യം, ഇന്ന കോഴ്സ് എന്നൊക്കെ ചെയ്യാൻ. പക്ഷേ ഇറങ്ങി പുറപ്പെടാൻ ഒരു ധൈര്യം ഇല്ലാത്തവർ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു, മത്സര പരീക്ഷകൾ എഴുതുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ അതുണ്ട്. ഇനി പുതിയ ജോലിക്കാണെങ്കിലും പുതിയതായിട്ട് പലതും നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളുടേതായിട്ടുള്ള ഭാഗത്ത് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്.
അപ്പോൾ ഈ പറയുന്നൊരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലൈഫിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത ഒരു സാഹചര്യം മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എടുത്തു പറയുന്നു 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 ഓഫ് സോർഡ്സ് എനർജിയാണ്. നമ്പർ 7 എന്ന് പറഞ്ഞാൽ ഒരു റെയിൻബോയുടെ അല്ലെങ്കിൽ മഴവില്ലിൻ്റെ നിറമാണ്, മഴവില്ലിൻ്റെ നമ്പേഴ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മഴവില്ല് വരണമെങ്കിൽ ആദ്യം മഴ ഉണ്ടാവണം എന്ന് പറയുന്ന പോലെ ആദ്യം നമ്മളൊരു കഠിനമായിട്ടുള്ള ഇതിലൂടെ കടന്നു പോയിട്ടാണ് ഒരു സുന്ദരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ലൈഫിൽ ഉണ്ടെങ്കിൽ അത് മാറി ഒരു പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു. ഇരുട്ട് മാറി സൂര്യൻ വരുന്നു എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചതിവ്, പറ്റിപ്പ് ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെ ആ ഒരു ഫലം അവരുടെ കർമ്മ അവർ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ കൊണ്ടുപോയി എന്ന് കരുതിയ കാര്യം നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പറയുന്ന കാര്യം ചിലപ്പോൾ ഇവിടെ പൈസയോ മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. മറ്റാരെങ്കിലും നിങ്ങളെ ചതിച്ച് വാങ്ങിച്ച കാര്യമായിരിക്കാം. നിങ്ങളുടേതായിട്ടുള്ള സ്വർണമോ പണമോ നിങ്ങളെ പറ്റിച്ചു മറ്റൊരാൾ എടുത്തിട്ടുള്ളത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ ആരും നിങ്ങളുടെ ഒന്നും എടുത്ത് കൊണ്ടുപോയിട്ടില്ല, തിരിച്ചു നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കുറേ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന സമയമാണ്. അതേപോലെ ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ബിസിനസ്സൊന്നും നല്ല രീതിയിൽ പോകുന്നില്ല എങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു മുന്നോട്ടേക്ക് പ്രോഗ്രസ് വരുന്ന സമയമാണ്. നിങ്ങൾ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു കുറച്ചുകൂടി സമയം അതിന് കൊടുക്കുക. ഡോണ്ട് ഗീവ് അപ്പ് എന്നുള്ളതാണ്. അതായത് വിട്ട് കളയാതിരിക്കുക. ഇനിയും കുറച്ച് സമയവും എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ നോക്കി മാറ്റങ്ങൾ വരുത്തിയാൽ അതിന് നല്ല ഒരു പ്രോഗ്രസ് അതിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. റീഅലൈൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം, സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 3 ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം അതേപോലെ തന്നെ വളരെയധികം കൂടുതലുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് മുന്നേറുകയാണ് ചെയ്യുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടമ്മമാരുടെ എനർജി എന്ന് പറയുന്നത്, അതായത് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങളിത്. വീട്ടമ്മയായാലും നിങ്ങളൊരു കുറച്ച് നാളായി റിട്ടയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം നാളായിട്ട് ജോലി ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഉള്ള ആളുകൾ, അതായത് പുറത്ത് പോയിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരല്ലാത്തവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെ നല്ലതാണ്, സാമ്പത്തികമായിട്ട് വളരെ നല്ലത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് 4 കാശുണ്ടാക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. സമൃദ്ധിയും ഐശ്വര്യത്തിൻ്റെതും സമ്പത്തിൻ്റെതുമായിട്ടുള്ളൊരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ വേദനിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതുമായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ച് കൊണ്ടുപോയി എന്ന് ചിന്തിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതേപോലെ സ്വപ്നം കാണാൻ, അതായത് സ്വപ്നങ്ങളുള്ള ആളുകൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നവർ ക്ഷമയോടും ആ ഒരു ഡിറ്റർമിനേഷനോടും കൂടിയിട്ട് മുന്നോട്ടേക്ക് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം. 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെയോ നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ശ്രമിക്കാത്തൊരു കാര്യം ശ്രമിക്കുകയാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരാവാം, അല്ലെങ്കിൽ പുതിയ ഒരു ഫീൽഡിലേക്ക് മാറുന്നതായിരിക്കും. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അത് പുതിയൊരു ബിസിനസ്സായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ബിസിനസ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ശ്രമിക്കാത്തൊരു മേഖലയിൽ ശ്രമിക്കുന്നതായിരിക്കാം. അത് ഈവൻ ജോലിയിലാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽഡിൽ ശ്രമിക്കുന്നതാവാം. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ കൂടുതൽ നിങ്ങൾ എങ്ങനെയാണോ അതിനേക്കാൾ കുറച്ചുകൂടി മികച്ചതാവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം,
ഭക്ഷണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. ഫുഡ് പോയ്സണിങ്ങോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുറത്തു പോയൊക്കെ കഴിക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വയറും ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായിട്ട്. അപ്പോൾ പരമാവധി വീട്ടിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ നല്ല സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.